ഗായ്സ്, ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ക്രാഫ്റ്റിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് കാണാം. അപ്പം കമോൺ. അതാ ഞാൻ ഈ ക്രാഫ്റ്റ് തുടങ്ങിയൊരു പകുതി ആയപ്പോഴാണ് നമുക്കെന്നാ ഒരു വീഡിയോ എടുത്താലെന്ന് ആലോചിച്ചത്. അപ്പം കിട്ടിയ ഒരു ഐഡിയ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും എൻ്റെ ക്രാഫ്റ്റിൻ്റെ റൂമെന്ന് പറയുന്നത് അപ്പുറത്താണ്. പക്ഷെ അപ്പുറത്തുനിന്ന് ഞാൻ കുറച്ച് സാധനം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വന്നിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പുറത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാതെ ഏതെവിടാന്ന്. ശരിക്കും ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ അവിടെയല്ലേ ഞാൻ നേരത്തെ ഒരു റൂം ടൂർ ഇട്ടിട്ടുണ്ട്. അവിടെയാണ് ശരിക്കും എൻ്റെ ക്രാഫ്റ്റിൻ്റെ റൂമെന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ വന്നിരുന്ന് നമ്മുടെ ഹാളിലിരുന്ന് ചെയ്യുവാണ്. ക്രാഫ്റ്റിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നേച്ചർ ഭംഗിയും കൂടെ ആസ്വദിക്കാം. ഞാൻ ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴേ ഏതോ ഒരുത്തൻ അവിടെ പോയിരിക്കുന്നു. എന്നാലും അവനെയും കൂടെ കയറ്റാം. ദാണ്ടേ നമ്മൾ നേരത്തെ ഇവിടെ ഒരു വലിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ ഈ ഭാഗങ്ങളെല്ലാം കാണിച്ചു തരുന്നു. ഇനി ബാക്കി നമുക്ക് ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് കാണാം. പിന്നെ വൈകാതെ തന്നെ ഞാൻ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഔട്ട്ഡോറിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2. ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച ഫാമിംഗ് ഗാർഡനാണേ. ഇപ്പം നമ്മുടെ ഫാമിംഗ് ഗാർഡനിൽ ഫുള്ള് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ കാടൊക്കെ പിടിച്ച് അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. ഇന്നലെ പോയായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ സാമഗ്രികൾ എല്ലാം പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ കവായി സ്റ്റിക്കേഴ്സാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് എൻ്റെ പൈസയിലാണ്. നിങ്ങൾ വിചാരിക്കും എനിക്ക് ബാങ്ക് അക്കൗണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അങ്ങനെയല്ല. ഈ സംഭവം അതായത് ഈ ഒരു കവായി സ്റ്റിക്കേഴ്സിൻ്റെ സെറ്റ് വാങ്ങിച്ചത് കഴിഞ്ഞ തവണ നമ്മുടെ വെക്കേഷന് മലയാള മനോരമയുടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് വിൻ ചെയ്യാൻ സാധിച്ചപ്പം അവരുടെ ക്യാഷ് പ്രൈസിൽ നിന്നാണ് ഞാൻ ഈ സംഭവം വാങ്ങിച്ചത്. ഇതെന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ചിട്ട് കുറേ നാളായി, പക്ഷെ നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് 100 പീസസാണ് വരുന്നത്. 200 സംതിങ് റുപ്പീസാണ് ഇതിന്. നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിക്കേണ്ട ഒരു സംഭവമാണിത്. പിന്നെ ഞാൻ ഹോം മെയ്ഡ് ഉണ്ടാക്കിയ സ്ക്വിഷിയാണ്. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയേണ്ടതാണ് നിങ്ങൾ. ബിക്കോസ് എനിക്ക് ഇങ്ങനത്തെ ഫേക്ക് ഓർഡേഴ്സൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു പെന്നാണ്. ബിക്കോസ് കഴിഞ്ഞ ദിവസം എനിക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട് ഗിഫ്റ്റ് കിട്ടിയ ഒരു പെന്നാണ്. ചിലവർക്കൊക്കെ തോന്നി ഇതൊരു പെന്നല്ലേ എന്ന്. പക്ഷേ എനിക്കിങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ വില കണ്ടോ, ആകെ ഒരു 50 രൂപയുടെ പെന്നാണ്. കണ്ടോ. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഗിഫ്റ്റ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് ബാഗ് കാണാം. ഹാൻഡ് ബാഗല്ല, എനിക്ക് ഒരാൾ വാങ്ങിച്ച് തന്നതാണ്. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് ഒരു വെറ്റ് വൈപ്സ് ആണ്. ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന മിനി വെറ്റ് വൈപ്സ് എന്നാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു സൂത്രം കൂടെ ഉണ്ട്. ഇതും ആ ആൾ തന്നെ വാങ്ങിച്ചു തന്നെയാണ്. വാങ്ങിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല, ഗിഫ്റ്റ് തന്നത്. അപ്പം തിരിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ വയ്ക്കാം. ഓക്കെ. പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ ഇടുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ അകത്തോട്ടിട്ടേ. പിന്നെ ഇവിടെ നമ്മുടെ നോട്ട്ബുക്ക് കളക്ഷനാണ്. ഇതൊക്കെ ഞാൻ പരീക്ഷയുടെ ടൈമിലിരുന്ന് ഉണ്ടാക്കിയതാണ്. പരീക്ഷയ്ക്ക് പഠിച്ചോന്ന് ചോദിച്ചാൽ പഠിച്ചു. പിന്നെ കുറച്ച് നേരം ഞാൻ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇത്രയും നോട്ട്ബുക്സ്. പിന്നെ ഞാൻ എൻ്റെ മറ്റേ വീഡിയോസിലൊക്കെ നിങ്ങൾ ഈ ഫ്രെയിമും കണ്ടിട്ടുണ്ട്. ഇത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് മിനി നോട്ട്ബുക്സാണ്. അതായത് നമ്മുടെ കയ്യിൽ പോലും നിൽക്കാത്ത. ഇത് സ്റ്റിക്കി നോട്ടാണ്. നല്ല ഭംഗിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. നിങ്ങൾ ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ ബുക്ക് കണ്ടിട്ടുണ്ടോ? ഇതാണത്. വീഡിയോയ്ക്കകത്ത് ചിലപ്പോൾ വലുതായിരിക്കും, പക്ഷേ എൻ്റെ കൈയുടെ ഒരു വിരലിൻ്റെ അത്രയേ ഉള്ളൂ. എൻ്റെ ക്യാമറയും പിന്നെ ഈ പറയുന്നതും ഞാൻ തന്നെ ആയതുകൊണ്ട് ചിലപ്പോൾ ക്യാമറയ്ക്ക് ക്ലാരിറ്റി വന്നെന്ന് വരത്തില്ല. അത് നിങ്ങൾ പൊറുക്കണം. ഓക്കെ. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ കുറച്ച് വഷി ടേപ്സും പിന്നെ ഒരു സെലോ ടേപ്പും പിന്നെ ഒരു മാസ്കിംഗ് ടേപ്പും കാണാം.
അത് കഴിഞ്ഞ് ഇവിടെ കുറച്ച് വലിയ സ്ക്വിഷി കളക്ഷനാണ്. ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 199 രൂപയ്ക്ക് വാങ്ങിച്ച സ്റ്റിക്കർ സെറ്റിൻ്റെ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ചിലപ്പോൾ ഇട്ടിട്ടുണ്ടായി, ക്രാഫ്റ്റിൻ്റെ വീഡിയോയ്ക്കകത്ത്. അപ്പം വേണ്ടേ അന്നേരം ഇതിൻ്റെ വെച്ച് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട, ഇത് സെല്ലോ ടേപ്പ് ഒട്ടിക്കണ്ട. അല്ലാത്ത ഇതിൻ്റെ അകത്തൊക്കെ ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നത് ഭയങ്കര സോഫ്റ്റാണ്. അതുകൊണ്ട് തൊടുമ്പോൾ തന്നെ ഇതിങ്ങനെ പോകും. നല്ല രസമാണ് ഇത് പിടിച്ചുകൊണ്ടിരിക്കാനും. പിന്നെ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചുകൊണ്ട് കിഡ്സിനൊക്കെ ഭയങ്കര അട്രാക്റ്റീവായിരിക്കും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളിതാ ഈ ഒരു ബോക്സ് വെച്ച് ഞാൻ ഇതിൻ്റെ അകത്തിട്ട് വെച്ചിരിക്കുന്നു കുറച്ച് ഗ്ലൗസസ്. ബിക്കോസ് നമ്മൾ ഈ എന്തെങ്കിലും കളറിങ് ഒക്കെ ചെയ്യുമ്പം നമ്മുടെ കയ്യിൽ ഫുള്ള് കളറാവും. അതിന് ഇഷ്ടമേ അല്ല. പിന്നെ നമ്മൾ കഴുകണ്ടേ, അതിന് വേണ്ടിയാണ് ഞാൻ അതവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു 25 റുപ്പീസിൻ്റെ ഒരു ഗ്ലൂ ഉണ്ട്. നമ്മുടെ ഫെവിക്കോളിൻ്റെ MR ആണ്. അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഇട്ടിട്ടുണ്ട്. സിമ്പിളാണ്. പുള്ള്, സ്റ്റിക്ക് ആൻഡ് പുഷ്, ഇത്രയേ ഉള്ളൂ. മറ്റേ നമ്മളെ ഈ അളപ്പൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കി നടക്കണം. പിന്നെ ഞാനിവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത് നമ്മുടെ ഫേക്കോഡേഴ്സ് പാക്കറ്റ്. ഞാൻ അടുത്ത കണ്ടൻറ്റായിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ച ഒരു കണ്ടൻറ്റാണ് നമ്മുടെ ഫേക്കോഡേഴ്സ്. അതിൻ്റെ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസാണ്. അതിന് വേണ്ടി ഞാൻ ഒരു താങ്ക് യു കാർഡ് ഉണ്ടാക്കിയതാണ്. ഇനി കുറച്ച് ഉണ്ടാക്കണം. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ്, അത് വീഡിയോ എടുക്കാൻ പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു ട്വീസർ ഇരിപ്പുണ്ട്, പിന്നെ ഒരു മിനി സിസറും. പിന്നെ ഈ ഒരു ബോർഡിൽ നിങ്ങൾ എൻ്റെ ക്രാഫ്റ്റ് വീഡിയോസിലൊക്കെ എപ്പോഴും കാണുന്നതാണ്. ഇതാണ്ട് നമ്മൾ തുറന്ന് വരുമ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് ജേർണലിങ്സ് അപ്ലൈസേഴ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുറേ പേരെടുത്ത് കളഞ്ഞു. അപ്പം ഞാൻ പോയി നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ വൃത്തിയാക്കി എടുത്തു. ഇവിടെയൊക്കെ പൊടിയായിരുന്നു, ഇതൊക്കെ വൃത്തിയാക്കി ഇത് ഒട്ടിച്ച് എടുത്തതാണ്. പിന്നെ അടുത്തത് നമ്മുടെ ഇത് ഫേക്കോഡേഴ്സ് വയ്ക്കാനായിട്ട് ഞാനൊരു ബോക്സ് ഉണ്ടാക്കിയതാണ്. ഇത് ബോട്ടിൻ്റെ ഹെഡ്സെറ്റല്ല, എയർപോഡ്സിൻ്റെ ബോക്സാണ്. അതിനകത്ത് ആ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ബോക്സ് ഞാൻ തപ്പി നടക്കുകയായിരുന്നു ഗൈസ്. ഓക്കേ, ഇതിങ്ങനെ അടച്ചു വയ്ക്കാനും ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എനിക്ക് ഒറ്റ കൈ വെച്ച് ഞാൻ വീഡിയോ എടുക്കുക ഒറ്റ കൈ വെച്ച് ചെയ്യുന്നുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ സ്കൂളിൽ കൊണ്ടുവന്ന പൗച്ച്. എൻ്റെ ഈ ബോക്സൊക്കെ കുറേ ഉണ്ട്, പക്ഷെ എനിക്ക് പൗച്ചിൻ്റെ അകത്ത് ഇത്രയും സാധനങ്ങൾ ഇടണം. അയ്യോ ഒരെണ്ണം താഴെ പോയത് ആരുമല്ല, നമ്മുടെ ലെക്സിപ്പെൻ ഇല്ലാതെ എങ്ങനെ എഴുതുന്നത്. പിന്നെ ഒരു കട്ടറുണ്ട്, പേപ്പർ കട്ടർ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഊരി വെച്ചെൻ്റെ വാച്ചില്ലേ, എനിക്കിങ്ങനെ വിയർക്കുമ്പോഴൊക്കെ ഞാൻ എവിടെ ആണെങ്കിലും ഞാൻ വാച്ച് ഊരി എൻ്റെ ബാഗിൽ അവിടെ വിടും. ഓക്കെ, പിന്നെ ഈ വാച്ചിന് എൻ്റെ ഒരു 5 വയസ്സ് തൊട്ടങ്ങാണ്ടുള്ളതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇടയ്ക്ക് യൂസ് ചെയ്തില്ലായിരുന്നു, പിന്നെ യൂസ് ചെയ്യും. പിന്നെ ഒരു സിസർ, പിന്നെ ഒരു സ്റ്റാപ്ലെയർ എക്സാമിനാണ്, പിന്നെ ഒരു പെൻസില്, എ സ്കെയിൽ, ക്രയോൺസ്, എൽക്കോസ് പെൻ. എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡായ എൽക്കോസിൻ്റെ പെന്നാണ്. ഇത് വെച്ചായിരിക്കും എല്ലാ എക്സാം എഴുതുന്നത്. പിന്നെ ഒരു ഷാർപ്നറുണ്ട്. പിന്നെ നമ്മുടെ കഥാനായകനായ നമ്മുടെ റേസറുണ്ട്. റേസറിൻ്റെ കോലൊന്നും നോക്കണ്ട, എല്ലാ വീട്ടിലെ എല്ലാ മക്കളുടെയും റേസർ ഇങ്ങനെ തന്നെ ഇരിക്കും എന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ എടുത്ത് പുറത്തിട്ട് എല്ലാം അതിൻ്റെ അകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അടുത്തതാണ് ഞാൻ വാശി പിടിപ്പിച്ച് രണ്ടാമത് വാങ്ങിച്ച എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ്. എനിക്ക് ഒറ്റ കൈ വെച്ച് തുറക്കുന്ന കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാവേ. ഗായ്സ്, വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. ഇവിടെ ഇപ്പോൾ കറണ്ട് കുറവാണെന്നുണ്ട്, അതുകൊണ്ട് ഞാൻ 2 സൈഡിൽ നിന്നും വെട്ടം വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബോക്സാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കണ്ട് ഞാൻ വാങ്ങിപ്പിച്ചതാണ് എൻ്റെ അമ്മയെ കൊണ്ട്. ഇതാണ്ട് ഫസ്റ്റ് നമ്മുടെ കോമ്പസ്. പിന്നെ ഇവിടെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അനങ്ങൂല, ഭയങ്കര ടൈറ്റായിരിക്കും. ഇത് ലൂസായി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അനക്കാനും പറ്റും. അതവിടെ വെച്ചു. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ വിചാരിക്കും പ്രൊട്രാക്ടർ ഡിവൈഡർ അവിടെ നിന്ന് ഡിവൈഡർ ആക്കണമെങ്കിൽ ഈ സാധനം ഊരിയാൽ മതി, നമ്മുടെ കോമ്പസിൻ്റെ ഈ സംഭവം. അപ്പം നമുക്ക് ഈ ഡിവൈഡർ കയറ്റണം. അപ്പം ഡിവൈഡറിൻ്റെ ഈ ഒരു സംഭവം കയറ്റണം, അപ്പം നമുക്ക് ഡിവൈഡർ ആക്കാൻ പറ്റും. ഡിവൈഡർ എന്ന് തന്നെയല്ലേ പറയുന്നത്, ഞാൻ ഇതുവരെ ആ ഒരു ടൈമിൻ്റെ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് കോമ്പസിന് യൂസ് ചെയ്യാനുള്ളൊരു പെൻസിൽ. പിന്നെ നമ്മുടെ നിപ്പ് തന്നെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല, എൻ്റെ മുന
കണ്ടോ 5 ഇഞ്ചിൻ്റെ ആണ് 0.5. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ ഈ നമ്മുടെ പെൻസിൽ വരുന്നതാണ്. ഇത് കണ്ടോ, കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതാണ്ട് ഈ ഒരു സംഭവം, അതിന് പറയുന്ന പേരാണ് മുന. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നത്? ഇതാണ്ട് ഞാൻ എഴുതി കാണിക്കാം. കണ്ടോ. പിന്നെ വരുന്നതാണ് നമ്മുടെ അടിപൊളി, ഇതിൻ്റെ ഏറ്റവും മെക്കാനിക്കായിട്ടുള്ള ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഇതെന്താണെന്ന് ഞാൻ പുറത്ത് പോയി കാണിച്ചു തരാം. വീഡിയോ കുറച്ച് ലാഗാവുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളിത് നോക്കൂ ഗൈസ്. ഇത് നമ്മുടെ സ്കെയിലാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് പൊട്ടിയിരിക്കുകയാണെന്ന്, പക്ഷേ അല്ല. എനിക്ക് ഒരു കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ട്രൈപോഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഫ്രീ ആയി. ഇതാണ്ട് ഇത് നമ്മുടെ സ്കെയിലാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ഞാൻ നല്ലോണം ക്ലാരിറ്റിയോടെ ചെയ്തപ്പം നിങ്ങൾക്ക് 15 വരെ കാണാം. പിന്നെ നമ്മൾ ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ ഇവിടെ 16 തൊട്ട് 13 വരെ കാണാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ വരച്ചിട്ട് വീണ്ടും ഇങ്ങനെ വരയ്ക്കാനാണെന്ന്, പക്ഷെ അല്ല. ഇത് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 1 2 തൊട്ട് ഇങ്ങനെ പോകുമ്പം 13 വരെ നമുക്ക് ചെയ്യാൻ പറ്റുമേ. എൻ്റെ കൈ ചെറുതായിട്ട് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ കാണുന്നത്. ഇനി നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കാം. എങ്ങനെയുണ്ട്? ടെക്നോളജി അല്ലേ? ഓക്കെ, എൻ്റെ വീഡിയോ നല്ലോണിക്ക് ലാഗ് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം തന്നെ ഒരു 11 minutes ആയി. ഇപ്പം നിങ്ങൾക്ക് ലാഗ് ആവുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് 1 സ്പീഡ് കുറച്ചും കൂടെ വേണമെങ്കിൽ കൂട്ടാം. ഓക്കെ, ഞാൻ പതുക്കെ പറയാം അതുകൊണ്ട്. ഓക്കെ, അകത്ത് വെട്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തോട്ട് നമ്മുടെ ഇത് വരുന്നതിൻ്റെ പേര് ഇവിടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് മറന്നു പോയതാണ്. പിന്നെ ഞാൻ ഒരു സ്റ്റാർ ഒട്ടിച്ച 4 സൈഡും 3 സൈഡും മായ്ച്ച ഒരു റേസർ കാണാം. ഓക്കെ, പിന്നെ ഒരു ഷാർപ്നർ കാണാം. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തു കേട്ടോ. ഞാനാണെങ്കിൽ ഇത് വാങ്ങിച്ചത് ഞാനിപ്പോൾ 6th കഴിഞ്ഞ 5th ഡോംസിൻ്റെ ആണ് വാങ്ങിച്ചത്. അതായിരുന്നു ഞാൻ എത്ര നാൾ യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പഠിക്കേണ്ട പാഠം കഴിഞ്ഞ ഒരു പകുതി ആയപ്പോഴാണ് ഞാൻ ഈ സംഭവം വാങ്ങിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറേ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ സ്കെയിലെടുത്ത് മാറ്റി വെച്ച് അതിവിടെ ലോക്കായിട്ടിരിക്കും, പിന്നെ അത് അനങ്ങൂല. പിന്നെ നമുക്കൊരു സെറ്റ് സ്ക്വയർ കാണാം, വലിയ സെറ്റ് സ്ക്വയർ. പിന്നെ വീണ്ടും ഒരു ചെറിയ സെറ്റ് സ്ക്വയർ. ഇതായിരുന്നു ഞാൻ ആദ്യമേ പഠിച്ചുകൊണ്ടിരുന്നത്, അതായത് 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരുന്ന. ഇങ്ങനെയൊക്കെ വരും. ഇത് നമ്മുടെ പ്രൊട്രാക്ടർ. എല്ലാത്തിൻ്റെ പേര് മറന്നുപോയി. നിങ്ങളിപ്പോൾ ഏത് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെല്ലാം ഓർഡറിൽ എടുത്ത് വെച്ച് ഇത് ഓക്കെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഗൈസ് ഞാനിങ്ങനെ ചെയ്യുന്നത്. കുറച്ച് നാൾ ഞാൻ ലോങ് വീഡിയോസ് ഇടാതിരുന്നത് നമ്മുടെ എക്സാം ആയതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഫുൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇത് നമ്മുടെ ക്ലാസ്മേറ്റിൻ്റെ ആസ്റ്ററോയിഡിൻ്റെ ആസ്റ്ററോയിഡിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആണ്. നല്ല അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 250 rupees ആണ്. ഓക്കെ, ഇനി അടുത്ത സാധനം എന്തെന്ന് പറഞ്ഞാൽ ഇത് ബോക്സിൽ നിങ്ങൾ കുറച്ച് പേപ്പേഴ്സ് കാണാം. ഇതെന്താണെന്ന് നമ്മുടെ മെമോ പാഡുണ്ട്. മെമോ കാർഡാണോ മെമോ പാഡെന്നാണോ പറയുന്നത് എനിക്കറിയില്ല. മെമോ കാർഡുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു ലിസ്റ്റ് ഇങ്ങനെ നമുക്കൊരു ടു ഡു ലിസ്റ്റ് പോലെ എഴുതാൻ വേണ്ടിയാണെന്ന് തോന്നുന്ന ഇതുണ്ട്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് നമുക്ക് ജേർണലിങ്ങിൻ്റെ ഒരു കിറ്റിൻ്റെ കൂടെ കിട്ടിയതാണ്. പക്ഷേ ഞാൻ ജേർണലിങ് അന്നൊക്കെ ചെയ്യുന്നത് ഇപ്പം ചെയ്യില്ല. പിന്നെ ഒരു വണ്ടർഫുൾ ഡേ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ടിക്ക് ചെയ്യാൻ, പിന്നെ നമ്മുടെ വിഷസ് എഴുതാൻ, അങ്ങനെ എല്ലാത്തിനും കൂടെ ഒരു അടിപൊളിയായിട്ടുള്ള കാർഡുമുണ്ട്. ഇത് 3 ഇതിനകത്ത് ഞാൻ വെച്ചേക്കുന്നത്. അടുത്തതായി വരുന്നു ഇത് ഞാൻ നമ്മുടെ ഫേക്ക് ഓർഡേഴ്സ് ചെയ്യാനായിട്ട് വെച്ചതാണ്. ലെറ്റ്സ് ഗോ ഫോർ എ പേക്കിംഗ്. ഓക്കെ, നിങ്ങൾ എന്തായാലും എൻ്റെ ഫേക്ക് ഓർഡേഴ്സിൻ്റെ വീഡിയോസ് കാണണം, അടിപൊളിയായിരിക്കും എന്ന് ഞാൻ പറയുന്നു. എനിക്ക് അടിപൊളിയായിരിക്കും, ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ബൈ. കാര്യം പറയാൻ മറന്നുപോയി. അപ്പം ഇനി ഇതുപോലത്തെ വീഡിയോസായി വരുന്നവരെ
ബൈ.